ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ കോട്ടയത്തേക്കൊന്ന് വരണമായിരുന്നു. കോട്ടയത്തെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാനായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ കിട്ടിയതുകൊണ്ടും നേരെ വാഗമണ്ണിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ വാഗമണ്ണിലേക്ക് വച്ചു പിടിച്ചു. തീക്കോയി ഗ്രാമപഞ്ചായത്ത് വഴിയാണ് വാഗമൺ, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ പോകാറുള്ളത്. മിക്കപ്പോഴും കൂട്ടുകാരോ ഫാമിലിയൊക്കെ ഉണ്ടാകും. വൺ ഡേ ടൂർ എന്ന രീതിയിലായിരിക്കും വരാറുള്ളത്. തലേ ദിവസം തന്നെ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഈ സ്ഥലം മിക്കപ്പോഴും ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. യാത്രാമധ്യേ യാദൃശ്ചികമായി മാർമല വെള്ളച്ചാട്ടം എന്നുള്ള ബോർഡ് കാണുമ്പോൾ വണ്ടി നിർത്തി ഞാൻ കൂട്ടുകാരോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ട്, ഈ വെള്ളച്ചാട്ടം ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന്. പക്ഷേ അവർ പറയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം മാത്രം തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഈ സ്ഥലം കൂടി കാണാം എന്ന്. പക്ഷെ മിക്കപ്പോഴും തിരിച്ചു വരുമ്പോൾ നേരം വൈകി പോകുന്നത് കാരണം ഈ സ്ഥലം ഒഴിവാക്കാറാണ് പതിവ്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകാമെന്ന് കരുതി. കോട്ടയത്ത് നിന്ന് വാഗമൺ പോകുന്ന റോഡിൽ തീക്കോയി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ തന്നെ മാർമല വെള്ളച്ചാട്ടം എന്നൊരു ബോർഡ് നമുക്ക് കാണാവുന്നതാണ്. അവിടുന്ന് കൃത്യം 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനുമൊക്കെ സാധിക്കും. ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന പ്രദേശം തീക്കോയി ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാകും. അവിടുന്ന് ഒരാൾക്ക് 30 രൂപയുടെ പാസ്സാണ് എടുക്കേണ്ടത്. ആ 30 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം പോയി കാണാനും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ സാധിക്കും. ഞാനിപ്പോൾ പോകുന്നത് ഫെബ്രുവരി മാസം അവസാനമായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാൻ കഴിഞ്ഞില്ല. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് കൂടുതൽ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാവുക. ആ സമയത്ത് ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് സന്ദർശകരെത്തുന്ന സ്ഥലമാണിത്. വളരെ നിശബ്ദതയാർന്നതും പ്രകൃതിയിലെ എല്ലാ ശബ്ദങ്ങളും ഒക്കെ നിശബ്ദമായി ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. മഴക്കാലത്തൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം സന്ദർശനം നടത്താൻ. ഒരുപാട് സൂചനാ ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ട്. വരിക, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക.